ഹലോ ഗൈസ്, ലൈല ലുലു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 1 വീഡിയോയിൽ പലാസ പാൻറ്റിൻ്റെ കട്ടിങ്ങും കുറച്ച് സ്റ്റിച്ചിങ്ങും ആണ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ലെങ്ത് ഉള്ളതുകൊണ്ട് അത് സെക്കൻഡ് പാർട്ടും കൂടെ ആക്കിയതാണ്. അപ്പം കാണാൻ താല്പര്യമുള്ളവർ കാണുക, കണ്ടിട്ട് അതേപോലെയൊക്കെ ചെയ്തു നോക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാൻറ്റിൻ്റെ അരഭാഗം നമുക്ക് ഇലാസ്റ്റിക് വെക്കാനുള്ള ഭാഗം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞു. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോ കാണാം. പിന്നെ പലാസ പാൻറ്റിൻ്റെ താഴെ ഭാഗം നമുക്ക് 1.5 ഇഞ്ച് ആദ്യം ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. നമുക്കൊരു മടക്കി 1 ഇഞ്ച് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ടിങ്ങിൽ പറഞ്ഞിട്ടില്ലേ ആ ഭാഗം, അത് ആദ്യം 1.5 ഇഞ്ചിൽ, ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. അല്ലാത്തവർ ഈ 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല. മടക്കി പിന്നെ ഒരു വീതിക്ക്, ഒരു 1/4 വീതിക്ക് മടക്കിയാൽ മതി. അപ്പം ഞാൻ ഇത് അറിയാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഫസ്റ്റത്തെ കാലിൻ്റെ ഇങ്ങനെയും രണ്ടാമത്തെ കാലിൻ്റേത് സാധാരണ നോർമൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർ ചെയ്യുന്നത് പോലെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് വീതിക്ക് വീണ്ടും മടക്കുക. ഒരു ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ വീതിക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് ഒരു പടി പോലെ നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ താഴെ ബോട്ടം അല്ലേ പാൻറ്റിൻ്റെ, അതാണ് കേട്ടോ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക, ഷെയറും ചെയ്യുക. ഇത് പലാസ പാൻറ്റിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ചെയ്യണമെന്ന് കരുതിയതാണ്. പിന്നെ ടൈം കിട്ടില്ല. പിന്നെ ഡൗൺലോഡ് ആകാനൊക്കെ റേഞ്ചും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ നിന്ന് പോയതാണ്. അപ്പോൾ ഞാൻ ഇതിപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതും കാണാം, ഇതും കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സൈഡ് 1/2 ഇഞ്ചിൽ മടക്കി തയ്ക്കാണ്ട് മടക്കി വെച്ചിട്ട് അടുത്ത ലെഗിൻ്റെ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി എന്ന് വെച്ചാൽ ആ രൂപത്തിൽ സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ രണ്ടാമത് ചെയ്ത ആ രൂപത്തിലാണ് ചെയ്യാൻ ഈസി, കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അതില്ലാത്തവർ ആദ്യം കാണിച്ച മെത്തേഡിൽ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ആയതിൻ്റെ ശേഷം ഇതേപോലെ ചെയ്യാം. ഇതുകൂടാതെ ഞാൻ ഒരു ഏലൈൻ കുർത്തീൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കാണുക കേട്ടോ. അത്യാവശ്യം നല്ല മനസ്സിലാവുന്ന രീതിയിലാണ് അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. പിന്നെ അതിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ പാർട്ട് 2 ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ പതിയെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ അതായത് ഇതേപോലെ ഉണ്ടാകും. താഴെ ബോട്ടം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ 2 ലെഗിൻ്റെയും സൈഡ് ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ലെഗിൻ്റെ സൈഡിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് ആണ് ഞാൻ എടുക്കണേ. നമ്മൾ ലെഗ് ലൂസ് 11 എടുത്തപ്പം എക്സ്ട്രാ 1 ഇഞ്ച് എടുത്തില്ലേ, 12. അപ്പോൾ ആ 1 ഇഞ്ചിന് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ താഴോട്ടേക്ക് അടുത്ത ലെഗിൻ്റെ ഓപ്പൺ ഭാഗം വരെ കൊണ്ടുപോയി ക്ലോസ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം.
അപ്പോൾ ഇങ്ങനെ മറ്റേ ഭാഗം വരെ ഇങ്ങനെ അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയാത്തവർക്കൊക്കെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഞാൻ അംബ്രല്ല മോഡൽ ചുരിദാർ കട്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഈ ക്രോച്ചേരിയൊക്കെ കറക്റ്റ് സെൻറ്റർ പിടിച്ചിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്കിതാ ആ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരഭാഗത്ത് ഇലാസ്റ്റിക് ഉള്ളിൽ കയറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇലാസ്റ്റിക് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിൽ നിന്ന് ഒരു 8 ഇഞ്ച് 6 ഇഞ്ച് 8 ഇഞ്ചൊക്കെ കുറച്ചിട്ട് ഇലാസ്റ്റിക് കട്ട് ചെയ്യുക. എന്നിട്ട് ഇലാസ്റ്റിക് കയറ്റുക. നമ്മളൊരു അരഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പം അതിനൊരു ഹോള് ഗ്യാപ്പ് ഇട്ട് കൊടുത്തില്ല, ആ ഗ്യാപ്പിലൂടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇലാസ്റ്റിക്കിൻ്റെ രണ്ട് സൈഡും രണ്ടറ്റവും ഒരു 1/2 ഇഞ്ചിൽ ക്ലോസ് ആക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കെട്ടിട്ടിട്ട് ഒന്ന് ലോക്കാക്കി കൊടുക്കുക. അല്ലാതെ നമുക്ക് ഫസ്റ്റ് തന്നെ ഇലാസ്റ്റിക് ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കറക്റ്റ് ആക്കിയതിന് ശേഷം അരഭാഗത്തിന് ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. അങ്ങനെയും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇനി ഇലാസ്റ്റിക് എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റാക്കി റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷം നമ്മളവിടെ ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട് ഇട്ട ഗ്യാപ്പ് ക്ലോസ് ചെയ്യണം. ഞാനിവിടെ ഇലാസ്റ്റിക് ഇവിടെ ഒരു വേസ്റ്റ് പീസ് ഉണ്ടായിരുന്നു. എൻ്റെ ഹിപ്പ് റൗണ്ടിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമല്ല. ഞാൻ അതിനെ വെറുതെ ഒന്ന് കട്ട് ചെയ്യാതെ പിന്നീട് എന്തിനെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്യാതെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കയറ്റി അങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണ്. എനിക്കിത് സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ ഞാനത് റിമൂവ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അത് നോക്കണ്ട. നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ കട്ട് ചെയ്തിട്ട് ഇലാസ്റ്റിക് അതിൻ്റെ അകത്ത് കയറ്റി സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് യൂസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്തിലെല്ലാം ഞാൻ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് കേട്ടോ. ഇനി നമുക്ക് ഇലാസ്റ്റിക് അവിടെ ഒന്ന് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാണ്ട് അവിടെ റെഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇലാസ്റ്റിക് ഒന്ന് വലിച്ച് കൊടുക്കണം. കാരണം ഇലാസ്റ്റിക് നമ്മൾ അതിൻ്റെ അകത്ത് കയറ്റിയതിന് ശേഷം കുറേ ഫ്രില്ലായിട്ടാണ് കിടക്കുക. അപ്പോൾ ആ ഫ്രില്ല് മൊത്തം വലിച്ച് പിടിച്ച് ഇലാസ്റ്റിക്കും വലിച്ചിട്ട് കുറച്ച് നല്ല വലിക്കേണ്ട, കുറഞ്ഞൊരു ഇതിൽ ഒന്ന് ലെങ്ത്താക്കി പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരേ ലെവലിൽ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഒരു ഫിനിഷിങ്ങൊക്കെ ഉണ്ടാവും. ഓരോ വീതിക്ക് സ്റ്റിച്ച് ചെയ്താൽ ഫസ്റ്റ് ടൈം എല്ലാവർക്കും അങ്ങനെയൊക്കെ മിസ്റ്റേക്കൊക്കെ വരും കേട്ടോ. പിന്നെ റെഡിയായി വരും. അപ്പോൾ അതാ കണ്ടില്ലേ, ഞാൻ ഇലാസ്റ്റിക് തയ്ച്ചതിൻ്റെ ഫ്രില്ലൊക്കെ കുറച്ച് അകന്നിട്ടാണുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇലാസ്റ്റിക്കിന് ലെങ്ത്ത് കൂടിയിട്ടാണ്. അപ്പം കറക്റ്റ് മെഷറിലല്ല ഞാൻ ഇലാസ്റ്റിക് എടുത്തത്. ഇലാസ്റ്റിക് എനിക്ക് റിമൂവ് ചെയ്യാനുള്ളത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ കറക്റ്റ് ലെങ്ത്തിലെടുക്കുമ്പോൾ അതിൻ്റെ ഫ്രില്ലൊക്കെ കറക്റ്റ് റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പലാസോ പാൻറ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഒരു പലാസോ പാൻറ് സ്റ്റിച്ച് ചെയ്യാനുള്ള വർക്ക്. അപ്പോൾ എല്ലാവരും മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെയ്ത് നോക്കുക. അപ്പോൾ അതാ നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ പലാസോ പാൻറ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു.
ഇനി വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ഫ്രം ലൈല ലുലു. അപ്പം നമ്മളെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതോടൊപ്പം ഞാൻ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയലോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ എൻക്വയറിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. കോൾ ചെയ്യാൻ പാടില്ല.